ഇപ്പോൾ നമ്മൾ ഗോവ ട്രിപ്പ് കഴിഞ്ഞ് റിട്ടേൺ ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബാക്കിൽ സച്ചുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുത്തു. ബ്രേക്കല്ല, അത്യാവശ്യ കാര്യങ്ങൾക്ക് നിർത്തണമല്ലോ, കാർഡായതുകൊണ്ട്. പിന്നെ സ്വച്ഛ ഭാരത് ഒന്നും നോക്കിയില്ല. അനൂപും പാട്ടും ഫ്രണ്ടിൽ പോയി. അത്യാവശ്യം നല്ല എൻജോയബിൾ റോഡായതുകൊണ്ട് നമ്മൾ പറഞ്ഞു. ഒരു ഇച്ചിരി ലൂസാണ്, ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് വരുന്നുണ്ട്. ബട്ട് മാനേജ് കുഴപ്പമില്ല. ഏര് പിടിക്കുന്നതേ പ്രശ്നമുള്ളൂ. ഇവനോട് ഞാനിപ്പോൾ പറഞ്ഞതേ കൊണ്ട് അധികം റിസ്ക് എടുക്കരുതൊന്നും. ഓക്കെ. നമ്മൾ ഇതേ റോഡ് വഴി തന്നെ അങ്ങോട്ടും പോകരുത്. അപ്പോൾ റോഡ് ക്വാളിറ്റി നമുക്കൊരു ഏകദേശ രൂപമുണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ പോകുന്നത്. ട്രിപ്പിന് മുന്നേ ഞാനൊന്ന് ബ്രേക്സ് ഫീഡ് ചെയ്തായിരുന്നു. ഡെഫിനറ്റ്ലി വ്യത്യാസമുണ്ട്. സൈഡ് സ്വിച്ച് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ അമ്മീസ് അങ്ങനെ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ കൈൻഡ് ഓഫ് ആദ്യമായിട്ടാണ് ബോഡി പൊസിഷൻ സ്വിച്ച് ചെയ്ത് കോർണറിങ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. ബട്ട് ദിസ് ജസ്റ്റ് ഫീൽസ് സോ നാച്ചുറൽ. ഞാൻ ഇടയ്ക്കൊരു ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഒരു ടൈഗർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയിരുന്നു. ടൈഗർ 800. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രോപ്പർ ADV ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പോൾ KTM 390 ADV യൂസ് ചെയ്തിട്ടുണ്ട്. അതും ഒരു ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു. അന്നേരം ഓക്കെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇത് തന്നെ. ഇപ്പോൾ ഞാൻ 390യിൽ നിന്നും മറ്റേതിലേക്ക് വന്നപ്പോൾ ബെറ്റർ സസ്പെൻഷനാണ്, കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ട്. അത് കാരണം തന്നെ അവൻ്റെ അത്ര ജില് നിൽക്കത്തില്ല. ആ ഒരു സ്പെക് വൈസ് അല്ലെങ്കിൽ വണ്ടിയുടെ ഇതിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചേഞ്ച് എന്താണോ അത് തന്നെയാണ് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തത്. പക്ഷേ ടൈഗർ സ്ട്രീറ്റും ടൈഗറും 390 ഇതുപോലെ അല്ല എങ്കിലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആയിരുന്നില്ല. പവർ വൈസ് യെസ്, നല്ല ടോർക്കി ആയിരുന്നു. പക്ഷേ സസ്പെൻഷൻ, എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ലാത്ത സസ്പെൻഷനായിരുന്നു. ഗ്ലൈഡ്സ് ഓവർ എവറിത്തിങ്. ഞാനിപ്പോൾ ആദ്യമായിട്ട് ADV ഒരു നല്ല പ്രോപ്പർ സസ്പെൻഷനൊക്കെ സെറ്റ് ചെയ്തൊരു ADV ഡ്രൈവ് ചെയ്തതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കാം അവനൊന്ന് ഫുട്ബേക്ക് വരച്ചത്. അതാണ് വിളിച്ച് കാണിച്ചത്. പറഞ്ഞോ, അവൻ്റെ ടയേഴ്സ് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ കണ്ടാൽ മനസ്സിലാവും അത് അതിൻ്റെ എഡ്ജിനപ്പുറം വരെ എത്തിയിട്ടുണ്ട്. അവനത് അത്യാവശ്യം ലിമിറ്റിൽ തന്നെയാണ് ഓടിക്കുന്നത്. ഞാനിതിൻ്റെ ലിമിറ്റിൻ്റെ 7 കാലത്ത് എത്തിയിട്ടില്ല. ബട്ട് അവൻ ആ വണ്ടിയിൽ ലിമിറ്റ് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈഗർ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ സസ്പെൻഷൻ അത്രയ്ക്ക് കിടിലമായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു തുടങ്ങി? പണ്ട് മുതലേ കോർണറിങ് എനിക്ക് നല്ല താല്പര്യമുണ്ടെങ്കിലും ഞാൻ മാക്സിമം ലീൻ ആംഗിൾ അച്ചീവ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. അധികം എന്താ പറയുക, ബോഡി വെയിറ്റ് താഴോട്ടിട്ട് നീ ഡ്രാഗൊന്നും അല്ല, എന്നാലും ബോഡി വെയിറ്റ് സ്വിച്ച് ചെയ്ത് ഞാൻ അധികം കോർണർ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൽ എന്തുകൊണ്ടോ അത് അങ്ങനെ ചെയ്യാൻ വണ്ടി തന്നെ നമ്മളെ പ്രേരിപ്പിക്കുന്ന പോലെ, യു വോണ്ട് ടു ഈസിലി ഡു ഇറ്റ് എന്നുള്ളൊരു. ഇപ്പോൾ മെയിനായിട്ട് ഈ നീ റിസസ് ടാങ്കിൽ ആ ഒരു കട്ട് ഷേപ്പുണ്ട്. ആ ഒരു സെക്ഷനിൽ കറക്റ്റായിട്ട് നീ തട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ
അപ്പോൾ ലെഫ്റ്റിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും എൻ്റെ നീ കറക്റ്റ് ആ ഒരു റീസസിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ബോഡി മറിഞ്ഞു പോകത്തില്ല, എനിക്ക് ഹാൻഡിൽ അധികം വെയിറ്റ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ ഹാൻഡിൽ തൂങ്ങിക്കിടക്കുമല്ല, ലെഗ്സ് അവിടെ പ്രോപ്പർലി ലോക്ക്ഡാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഒക്കെ വലിയ റിവ്യൂസിലൊക്കെ അവർ കാണുമ്പോൾ അതാണ് ഇതാണ് ചക്കനാണെന്ന് പറയുമെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോൾ അതെല്ലാം കുറേ കാര്യങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കോർണിക് സ്റ്റെബിലിറ്റി നത്തിങ് ലൈക്ക് എക്സ്പീരിയൻസ്. അത് ഹൈവേ സ്പീഡ്സിലായാലും ലോ സ്പീഡ്സിലായാലും ഈക്വലി. 390 എനിക്ക് ഏറ്റവും ഒരു അൺസെറ്റിലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ലോ സ്പീഡാണ്. അത് പാർട്ട്ലി അതിൻ്റെ ഒരു എൻജിൻ്റെ കൂടെയാണ്. അപ്പോൾ ലോ സ്പീഡിൽ എൻജിൻ നല്ല ചോപ്പ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും സസ്പെൻഷൻ എല്ലാം അൺസെറ്റിലാണ്. ഇതിൽ പക്ഷേ ചോപ്പിനെസ് കുറച്ചൊക്കെ ഉണ്ട് എങ്കിലും ഫ്യൂലിങ്ങിൻ്റെ ആണോ സസ്പെൻഷൻ്റെ ഏതാണോ ഷാസിയുടെ കഴിവാണോ എന്തിൻ്റെ കഴിവുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷേ സംഭവം എന്തായാലും കൊള്ളാം. അപ്പോൾ ടൈഗറിൻ്റെ കാര്യം പറഞ്ഞ് എനിക്കിപ്പോൾ എന്തിനാ മനസ്സിലായി. ടൈഗറിൽ കയറിയപ്പോൾ എനിക്ക് ഇൻസ്റ്റിങ്ക്റ്റീവ്ലി തോന്നിയൊരു കാര്യം അതിൽ എണീറ്റിരിക്കാനാണ്. അതിൽ ഹാൻഡിൽ ബാർ റേസേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് കയറിയിരിക്കുമ്പോൾ തന്നെ കുതിരപ്പുറത്ത് കയറുന്ന പോലെ നല്ല പൊക്കമാണ്, എല്ലാം ഫ്രണ്ടിലോടെല്ലാം കാണാൻ പറ്റും. പക്ഷേ കയറി ഡ്രൈവ് ചെയ്ത് തുടങ്ങി അപ്പം തന്നെ ഇൻസ്റ്റിങ്ക്റ്റീവ്ലി എണീറ്റിരിക്കാൻ അങ്ങ് തോന്നി. എണീറ്റ് നിന്നപ്പോൾ അത് ഒരു ടോട്ടലി നാച്ചുറൽ പൊസിഷൻ പോലെ തോന്നി. ആൻഡ് വണ്ടി നല്ല ഈസിലി കൺട്രോളബിൾ ആണ്. അപ്പോൾ ഇതിൽ ഞാൻ എണീറ്റ് നിന്നിട്ടുണ്ട്. അത് ഗോവയിലേക്ക് വന്നപ്പോൾ നടുവേദന കാരണം എണീറ്റ് നിന്നതാണ്. അപ്പോൾ നമുക്കൊരിക്കലും എണീറ്റ് നിൽക്കാനായിട്ട് തോന്നില്ല, ഒരു ഒരു ഓക്വേർഡ് പൊസിഷനാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ടൈഗറിൽ എണീറ്റ് നിന്നപ്പോൾ ദിസ് ഫീൽസ് ഹോം എന്നുള്ളൊരു ഫീലിംഗ്. ആൻഡ് അങ്ങനെ വണ്ടി കൺട്രോൾ ചെയ്യാനും ഒരു പ്രത്യേക സുഖമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എണീറ്റിക്കുമ്പോൾ ലെഗ്സ് ടാങ്കിൽ ലോക്ക് ചെയ്യാതെയാണ് ഞാൻ തോന്നുന്നത്. അപ്പോൾ വണ്ടി ഈസിലി ലെഫ്റ്റ് റൈറ്റ് ഫ്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ബോഡി മുകളിൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്നു, അത് ഈസിലി ഫ്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വണ്ടിക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് എങ്കിൽ പോലും ഐ ഡോണ്ട് നോ, ഇറ്റ് ജസ്റ്റ് ഫെൽറ്റ് നാച്ചുറൽ ഇൻ ദാറ്റ് പൊസിഷൻ. അപ്പോൾ ആ ഒരു ഫീലിംഗ് തന്നെയാണ് ഇതിൽ കോർണേഴ്സ് എത്തുമ്പോൾ ഡിസൈൻ ടു ഡു ദാറ്റ്. ആ ഒരു എൻജിനീയറിംഗ് ബ്രില്യൻസ് അപ്രീഷിയേറ്റ് ചെയ്യണം. ഞാൻ ഓടിച്ചിട്ടുള്ള ബിഗ് ബൈക്സിൽ 2 എണ്ണത്തിനെ പറ്റിയാണ് പറഞ്ഞത്. 2 എണ്ണവും അവരവരുടെ സെഗ്മെൻറ്റ്സിൽ അത്യാവശ്യം പേരെടുത്തവരുമാണ്. ഇനിയും ഒരുപാട് വണ്ടികൾ ട്രൈ ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കണം. വളവിലിങ്ങനെ കയറില്ലടാ. അപ്പോൾ ആ റോഡിൽ ചെറിയൊരു അണിവൻനെസ് ഉണ്ടായിരുന്നു റീടാർ ചെയ്തപ്പോൾ ഉള്ള ഒരു പാച്ച്. അപ്പോൾ യൂഷ്വലി കോർണർ അല്ല, ഇപ്പോൾ ഞാനല്ല എൻ്റെ ഡ്യൂക്ക് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിലങ്ങനെ ഒരു പാച്ചസ് വരുമ്പോൾ വണ്ടി അത്യാവശ്യം അൺസെറ്റിൽ ആവാറുണ്ട്. വണ്ടി ഒന്ന് ലെഫ്റ്റിലോട്ട് വലിക്കും, കയറുമ്പോഴത്തേക്ക് ആ സൈഡിലേക്ക് വലിക്കും, ഇറങ്ങുമ്പോൾ മറ്റേ സൈഡിലേക്ക് വലിക്കും. അപ്പോൾ ആ ഒരു എന്താ അൺഎക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റ്സ് ഒന്നും ഇതിൽ വരുന്നില്ല. അതെല്ലാം വണ്ടി അങ്ങ് അബ്സോർവ് ചെയ്യുന്നുണ്ട്. വി ക്യാൻ ഫീൽ ഇറ്റ് ഡെഫിനറ്റ്ലി. സസ്പെൻഷൻ സ്റ്റിഫായതുകൊണ്ട് എല്ലാ അലീവൻനെസ്സും ഫീൽ ചെയ്യുന്നു. പക്ഷേ അത് ഇപ്പോൾ ഹാൻഡിൽ ബാർ അൺസെറ്റിൽ ചെയ്യുന്നില്ല. വണ്ടിയുടെ ലീൻ ആംഗിൾ, ഇപ്പോൾ എത്ര ലീനിലാണ് നിന്നത് അത് അതേപോലെ തന്നെ നിൽക്കുന്നു. വണ്ടിയിൽ ആ ഒരു ആട്ടമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ നമ്മൾ കർണാടക ബോർഡർ ക്രോസ് ചെയ്തു. അച്ഛൻ ക്രോസ് ചെയ്ത ശേഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് അത്യാവശ്യം നല്ലൊരു അപ്പിൽ ക്ലൈമ്പാണ്. കുറച്ചധികം ദൂരമുണ്ട്. ഇനിയും 33 കിലോമീറ്റർ ഉണ്ട്. ടോട്ടൽ എനിക്ക് തോന്നുന്നു 45 കിലോമീറ്റർ എന്തുവാണ്. കുറച്ച് എൻജോയബിൾ ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഒരുപാട് എൻജോയ് ചെയ്യാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഉണക്കിയത്. കാരണം ഇതിൽ ഒരുപാട് ലോറികളും വരും.
ആയിട്ടുള്ള മൂവ്സ് ഒന്നും ചെയ്യാതിരിക്കാം. പിന്നെ ലോറികൾ അവർക്ക് ഒരുപാട് സ്പീഡ് എടുത്ത് പോകാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ചെറിയ സ്പീഡ് ഡിഫറൻസിലാണ് പല ലോറികളും പോകുന്നത്. അപ്പോൾ അവരുടെ ഓവർടേക്ക് എന്ന് പറയുന്നത് ഒരു ഓസ്കാർ പടം പോലെ കുറേ നേരം ഇങ്ങനെ നിന്നാണ് പോകുന്നത്. അപ്പോൾ അത്രയും നേരം നിന്ന് അവർക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള സ്ട്രെയിറ്റ് സ്ട്രെച്ചുകളിൽ കിട്ടാത്തതുകൊണ്ട് തന്നെ അവർ വളവിലൊക്കെ കയറി വരും. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പേസിലാണ് അവർ പോകുന്നത്. ഇപ്പോൾ ബാക്കിലിരിക്കുന്ന വണ്ടി ഓവർടേക്ക് ചെയ്യാൻ സെയിം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഭയത്തിന് നമ്മൾ പോകുന്നവരെ പുള്ളിക്കാരെ ക്ഷമിച്ചു. അപ്പിൽ പോകുന്ന ലോറികൾ ആണ് ഈവൻ മോർ റിസ്കിയർ. അവർക്ക് പിന്നെ മുകളിലേക്ക് പോവില്ല എന്നുള്ളതുകൊണ്ടാണ്. അവർക്ക് ആ മൊമെൻറ്റം കീപ്പ് ചെയ്ത് പോയാലേ പറ്റുള്ളൂ. ഇപ്പോൾ കാറിലും ബൈക്കിലും പോകുന്ന പോലെ കൊടുത്തു കഴിഞ്ഞാൽ ചുമ്മാ കയറി കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അത്രയും ലോഡുണ്ട്. അവർക്ക് അവരുടെ വണ്ടിയുടെ ലിമിറ്റേഷൻസ് വെച്ചിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സൈഡ് തരുന്നില്ല എന്ന് നമ്മൾ പരാതി പറയുമെങ്കിലും അവർക്കത് ഇംപ്രാക്ടിക്കലാണ് എന്നുള്ളതാണ്. നമ്മളത് കുറച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പറയുന്നത് ഞാനും ചിലപ്പോഴൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ട്. എങ്കിലും യെസ്, ക്വാളിറ്റി കുറച്ച് ഡിറ്റീരിയറേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ബാഡ്, ബട്ട് എനിക്കതിലെ അമ്പുകളും ഇംപെർഫെക്ഷൻസും എല്ലാം സ്ട്രെഡിൽ പറയുന്ന പോലെ നിതംബങ്ങളിൽ അറിയാൻ പറ്റുന്നുണ്ട്. ഗോവ മോട്ടോഴ്സ് ഇവൻറ്റിനാണ് പോയത്. ഞാൻ ആക്ച്വലി മോട്ടോഴ്സിനെ പറ്റി കേട്ടിട്ടില്ല, ടു ബി ഓണസ്റ്റ്. മേ ബി കേട്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ ഏതെങ്കിലും ബൈക്ക് ലോഞ്ചസിൻ്റെ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ് ഇവൻ്റ്, അല്ലെങ്കിൽ ഒരു റോയൽ എൻഫീൽഡ് ഇവൻ്റ് ആണെന്നോ അങ്ങനെ ഡീറ്റെയിൽഡ് എനിക്കറിയത്തില്ല. സച്ചിനും അനൂപൊക്കെ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, ഡെഫിനറ്റ്ലി ഞാനും വരാം. കാരണം ബൈക്ക് ഓടിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് ട്രിപ്പാണ് സ്ട്രീറ്റ് ട്രിപ്പുകൾ. ഇൻ ആൻഡ് അറൗണ്ട് ബാംഗ്ലൂർ ഞാൻ കുറച്ച് റൈഡ്സ് പോയി. ഒരു 200-300 കിലോമീറ്റേഴ്സിൻ്റെ റൈഡ്സൊക്കെ കുറച്ച് പോയി. അതല്ലാതെ ഞാൻ ഇതാണൊരു പ്രോപ്പർ ലോങ് വന്നത്. അപ്പോൾ അതിനൊരവസരം ആയിട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ യെസ്, ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞു. അത്യാവശ്യം നല്ല പരിപാടിയാണ്, നല്ല കമ്മ്യൂണിറ്റിയാണ്. ആ ഒരു ആസ്പെക്റ്റിലും എന്തുകൊണ്ടും എന്നുള്ള രീതിക്ക് ഞാൻ വന്നത്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ എന്താണ് ഇവൻ്റെന്നോ എന്തൊക്കെ ഇവിടെ ഉള്ളതെന്നോ അപ്പോൾ ബൈക്കേഴ്സിൻ്റെ ഇവൻ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ വാട്ട് ടു എക്സ്പെക്റ്റ് അതിനെപ്പറ്റിയൊന്നും ഒരു പിടിയില്ലായിരുന്നു. വെറുതെ വണ്ടി എടുത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ വന്ന ശേഷമാണ് ഞാൻ പിന്നെ ഓക്കെ എവിടെ ഇതൊക്കെയാണ്. അപ്പോൾ ഡിപ്ലോയും ഹൈമാൻ കൈൻഡും ഉണ്ടെന്ന് അറിയാം. അത് ഇവർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ബട്ട് എഗെയിൻ ഞാൻ അതിനും എന്ത് എക്സ്പെക്റ്റ് ചെയ്യണം എന്നൊന്നും അറിയത്തില്ലായിരുന്നു. ബട്ട് ഓവറോൾ ഒരു നല്ല ഇവൻ്റ് ആയിരുന്നു. 2 ദിവസം പോയത് അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ. ഇവൻറ്റിൻ്റെ മാത്രമല്ല, ഈ ഒരു കമ്പനി എല്ലാവരും ഒരേ വേവ് ലെങ്ത്തിൽ ചിന്തിക്കുന്നവരാണ്. എല്ലാവരും ബൈക്ക് സ്റ്റാർസ് ആ ഒരു പാഷനുള്ളവരാണ്. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ ഇഷ്ടം പോലെ ടോപ്പിക്സ് ഉണ്ടായിരുന്നു. കമ്പനി നൈസായിരുന്നു, നമ്മൾ പോയ സ്ഥലങ്ങൾ നൈസായിരുന്നു, ഫുഡ് രക്ഷയില്ലായിരുന്നു. 1-2 സ്ഥലങ്ങൾ പോയി. പേര് ഞാൻ മറന്നുപോയി, പക്ഷേ മാപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. പറ്റിയ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അതിൽ എസ്പെഷ്യലി ഒരു കഫേ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. അവിടെ ചെന്ന് കഴിച്ചതിനൊരു കൈ കണക്കില്ല. ഒരു ഫ്രണ്ട് പറഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെയും സെയിം ഐറ്റം വീണ്ടും പറഞ്ഞു. അത്രയ്ക്ക് കിടിലായിരുന്നു. നല്ല കത്തിയായിരുന്നു, ബട്ട് നല്ല ഫുഡായിരുന്നു. അപ്പോൾ എല്ലാ ആസ്പെക്ട്സിലും നല്ലൊരു ട്രിപ്പായിരുന്നു. കുറച്ച് ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ച്. അതിപ്പോൾ വണ്ടിയെ കുറ്റം പറയത്തില്ല, വണ്ടി ഇതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഞാൻ കുറച്ചുകൂടെ ഫിസിക്കലി സ്ട്രോങ് ആവേണ്ടിയിരിക്കുന്നു. അതിനുള്ള ട്രെയിനിങ് തിരിച്ചെത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ജിമ്മിൽ പോകാറുണ്ടെങ്കിലും ഞാൻ ഇതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ചെയ്യാറില്ല. ഇപ്പോൾ അതും കൂടെ ഇനി വർക്കൗട്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം. സോ യെസ്, ഗോവ ട്രിപ്പ് വളരെ നല്ലൊരു മെമ്മറി ആയിരുന്നു. നെക്സ്റ്റ് ഇയർ വരാൻ പറ്റുമോ അറിയില്ല, ബട്ട് യെസ്, വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വരാൻ ട്രൈ ചെയ്യും. നല്ല വിശപ്പായി. ഇനി സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിശപ്പ് വളരെ പെട്ടെന്ന് കൂടും എന്നുള്ളത് കൊണ്ട് ഓക്കെ, ബൈ.